ഹലോ മച്ചന്മാരെ, അപ്പോൾ നമ്മളിന്ന് മലേഷ്യയിലെ കുലാലംപൂരിൽ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു മെയിൻ അട്രാക്ഷൻ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. സലോമ ബ്രിഡ്ജ്. നിങ്ങൾക്ക് കാണാം, എൻ്റെ പുറകിൽ കാണാൻ പറ്റുന്നത് അതാണ് സലോമ ബ്രിഡ്ജ്. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് പോയിട്ട് എങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ എങ്ങനെയാണെന്നുള്ളത് കാണാം. എല്ലാവർക്കും സൈമൺസ് ലൈഫിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ കാണുന്നതാണ് സലോമ ബ്രിഡ്ജ്. ഫുൾ LED ലൈറ്റ്സ് ആണ്. അത് ഫുൾ ഇങ്ങനെ LED ലൈറ്റ്സ് ഇങ്ങനെ കളർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നമുക്കിവിടെ നിന്നാൽ അത് പബ്ലിക് ബാങ്ക്, ഇവിടുത്തെ ഒരു ബാങ്കാണ്. ബാങ്കിൻ്റെ മെയിൻ ഓഫീസാണ് KLCC ടവർ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ നമുക്ക് KL ടവർ കാണാം. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് നമുക്ക് പോകാം. എങ്ങനെയാണ് അതിൻ്റെ പരിപാടിയെന്ന് നോക്കാം. സലോമ ബ്രിഡ്ജ്, KLCC ടവർ 10 മിനിറ്റ്സ്. നമുക്ക് ഇവിടെ നിന്ന് 10 മിനിറ്റ് നടന്നാൽ KLCC പോകാം. മസ്ജിദ് ജമാക്കിൽ 8 മിനിറ്റ്, LRT 1 മിനിറ്റ്. അപ്പോൾ ഇത് കമ്പം ബാറു എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇരിക്കുന്നത്. ഇതിൻ്റെ പ്ലേസ് എന്ന് പറഞ്ഞാൽ കമ്പം ബാറു ആണ്. വരുന്നവർക്ക് ഈ സലോമ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ അടിച്ചാൽ കാണാം. അതാണ് സംഭവം. നമുക്ക് എന്തായാലും അതിൻ്റെ മുകളിലോട്ട് പോകാം. നമുക്കിവിടെ നിന്ന് ലിഫ്റ്റും ഉണ്ട്, സ്റ്റെപ്പും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ സ്റ്റെയർ കയറി ആ 3 ഫ്ലോർ, രണ്ടാമത്തെ ഫ്ലോറിലാണ്, 3ാമത്തെ ഫ്ലോറിലാണ് ബ്രിഡ്ജിൻ്റെ കണക്ഷൻ. നമുക്ക് 2ാമത്തെ ഫ്ലോറിലോട്ട് പോകാം, ലിഫ്റ്റ് കയറാം. അപ്പോൾ നമ്മൾ ലിഫ്റ്റ് ഇറങ്ങി ഈ കാണുന്നതാണ് ബ്രിഡ്ജ്. കിടിലം അടിപൊളി വ്യൂ അല്ലേ, കിടിലം വ്യൂ ആണ്. അപ്പോൾ KLCC, ഇത് KL ടവർ. ഇതൊരു മെയിൻ ഹൈവേ ആണ്. ഒരു ഹൈവേയുടെ സൈഡിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ സൈഡിലോട്ട് പോയതിൻ്റെ ഒരു കറക്റ്റ് വ്യൂ കിട്ടും. അപ്പോൾ ആ സൈഡിലോട്ട് നിന്ന് നമുക്ക് വീഡിയോ എടുക്കാം. സൈഡിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ്. ആ ബ്രിഡ്ജ് നമുക്ക് ഫുള്ളായിട്ട് കാണാം. പിന്നെ ഇവിടെ കുറേ ഫോട്ടോഗ്രാഫേഴ്സ്, കുറേ ലൈറ്റ്സും ഇത് മൊബൈലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. നമ്മൾ പറഞ്ഞാൽ ഒരു ഫോട്ടോ എടുത്ത് തരും. അത് കുറേ പേര് നിൽപ്പുണ്ട്. 10 റിങ്കിറ്റാണ്. ഓരോരുത്തരുടെയും ഒരു റേറ്റ് ചോദിക്കും, പക്ഷേ 10 റിങ്കിറ്റ് കൊടുത്താൽ അവർ ഫോട്ടോ എടുത്ത് തരും. ഇതാണ് അവിടുത്തെ വ്യൂ. ഇതാ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. KLCCയും അടിപൊളി ലുക്ക്. ആ കളർ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ആ LED ലൈറ്റ് എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ആണ് KL ടവർ. ആ കാണുന്നതാണ് KL ടവർ. KLCC അറിയാത്തവരാരും ഇല്ലല്ലോ. ആ കാണുന്നതാണ് KLCC. നമ്മൾ പറഞ്ഞ ഫോട്ടോ എടുത്ത് കൊടുക്കും. അവർ ആ ഫ്ലാഷ് ലൈറ്റൊക്കെ വെച്ച് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ നല്ലൊരു ഫോട്ടോ എടുത്തു തരും. ഇവരെല്ലാവരും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഫോട്ടോഗ്രാഫർ പോസൊക്കെ പറഞ്ഞു കൊടുക്കുക. ആ പോസിൽ നിന്നാൽ അതുപോലെ ഫോട്ടോ എടുത്ത് തരും. അതിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ്, $370 മീറ്ററാണ്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അതിനകത്തോട്ട് പോകാം. അകത്തോട്ട് പോയി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇത് വഴിയാണ് അകത്തോട്ട് പോകുന്നത്. നമുക്ക് നടന്ന് എന്തായാലും KLCC വരെ ഒന്ന് പോവാം. എന്തൊക്കെ അടിപൊളി അട്രാക്ഷൻ, ടൂറിസ്റ്റിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തേക്കുന്നതെന്ന് നമുക്ക് തന്നെ അസൂയ തോന്നുന്നില്ല. ടൂറിസ്റ്റിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്തേക്കുന്നതെന്ന് നോക്കും. അടിപൊളി സംഭവങ്ങളാണ്. ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ. ഒരു ടൂർ ഇതിൽ നമ്മൾ രാജ്യത്ത് വന്നാൽ അവിടെ നമുക്ക് എന്തൊക്കെ കിട്ടുമെന്നുള്ളത് ഇവിടെ വന്നാൽ നമുക്കറിയാം. നമ്മൾ അവിടെ നിന്ന് പുറത്തോട്ടിറങ്ങി. ഇതാണ് KLCC. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. അടിപൊളി സംഭവമല്ലേ, എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നടന്ന് ഇതുവഴി പോയാലേ അങ്ങോട്ട് KLCCയിലോട്ട് എത്തും. അപ്പോൾ നമ്മളിവിടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വഴിയിലെല്ലാം ഫോട്ടോഗ്രാഫേഴ്സ് നിൽപ്പുണ്ട്. നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് 5 റിങ്കിറ്റാണ് കേട്ടോ, 10 5 റിങ്കിറ്റാണ്. ഒരു ഫോട്ടോയ്ക്ക് 5 റിങ്കിറ്റ് വെച്ച്. അതായത് നമ്മൾ ഒരു ഫോട്ടോ അവർ കുറേ ഫോട്ടോ എടുക്കും. നമ്മൾ പഴയ പേഴ്സിൽ കുറേ ഫോട്ടോ എടുക്കും. അതിൽ നമുക്ക് സെലക്ട് ചെയ്യുന്നതനുസരിച്ച് ഒരു ഫോട്ടോയ്ക്ക് 5 റിങ്കിറ്റ്. അപ്പോൾ നമ്മൾ KLCCയിലോട്ട് എൻ്റർ ആവുകയാണ്. ഇവിടെ നിന്ന് ഇനി കുറച്ച് അങ്ങോട്ട് പോയാൽ KLCC എത്തും. ഇങ്ങനെ പോയാൽ മതി. KLCC ഞാൻ എൻ്റെ പഴയ വീഡിയോസിലൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട്. വരുന്ന വഴിക്ക് കുറേ ടോയ്സൊക്കെ ഇങ്ങനെ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് കുടിക്കാൻ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ ഇതെല്ലാം ഇങ്ങനെ വഴിയിൽ വെച്ചിട്ടുണ്ട്. ചോളം
അപ്പോൾ ഇതാണ് മലേഷ്യ കോലാലംപൂർ KLCC ട്വിൻ ടവർ. നമുക്ക് എത്ര കണ്ടാലും വീണ്ടും വീണ്ടും വരാൻ തോന്നുന്ന ഒരു സ്ഥലമാണ്. എനിക്ക് പ്രത്യേകിച്ച് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു മനസ്സിന് ഇഷ്ടം തോന്നുന്ന സ്ഥലമാണ്. എത്ര തവണ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ വരാനായിട്ട് തോന്നും വീണ്ടും. അതുകൊണ്ടാണ് ഞാൻ പല തവണയായിട്ട് ഇവിടെ വീഡിയോസ് ഒന്നും എടുക്കുന്നത്. ഈ ബിൽഡിങ്ങാണ് നമ്മൾ അവിടെ നിന്ന് കണ്ട പബ്ലിക് ബാങ്കിൻ്റെ ബിൽഡിങ്ങാണ്. നമ്മുടെ പബ്ലിക് ബാങ്കാണ്. പബ്ലിക് ബാങ്കിൻ്റെ ബിൽഡിങ്ങാണ്. ഈ ബിൽഡിങ്ങാണ് നമ്മൾ ആ KLCCക്ക് അടുത്തായിട്ട് നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ സമയത്ത് വീഡിയോ എടുക്കാൻ സമയത്ത് കണ്ടത്. നമ്മുടെ ബ്രിഡ്ജ് കണ്ടല്ലോ. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ KLCCയുടെ അവിടെ എത്തി. ഇനി വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.